സംശയത്തിന് ഇടപെടാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷണർ എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയിലെ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. ഇലക്ഷനുകളിൽ കൃത്രിമത്വം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തോറ്റവന്റെ ഒരു വിലാപമായിട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ബാക്കി എല്ലാ വ്യവസ്ഥിതികളും മോശമാണെങ്കിലും ഇലക്ഷനുകളെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു. അത് അങ്ങോട്ട് മാറിക്കിട്ടി. പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്വമാണ്. അത് അടിമുടി കുളമാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് കോമഡികൾ കാണുന്നു. ഈ 1,00,000 പേരൊക്കെ ഫിസിക്കലി ഒരു മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമാണോ? എനിക്ക് യഥാർത്ഥ വില്ലൻ EVM അല്ലേ? ഏതാണ്ട് 20,000-ഓളം EVMകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ തിരിമറി നടക്കുന്നു. വോട്ടെണ്ണാൻ എടുക്കുന്ന EVMൽ 100% ബാറ്ററി ചാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ടോ ഇപ്പോഴും EVM വളരെ വിശുദ്ധമാണ്, പവിത്രമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറി ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷെ ഒരു കാലത്തും EVMനെ തൊടാൻ പറ്റില്ല. കാരണം തെളിവില്ല. ഈ കംപ്ലീറ്റ് സിസ്റ്റവും ഇവരുടെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം യാതൊരു തെളിവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സ്ഥിതിയിൽ വലിയ വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ.